ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഏറ്റവും കൂടുതൽ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഫിസിക്സിലെ ഒരു ലെവൽ ഓഫ് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ജെയിനെങ്കാട്ടിലും ഒക്കെ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. മിക്കവാറും എല്ലാം ജെയ് മെയിൻസിന്റെ സ്റ്റാൻഡേർഡിലും ചില ക്വസ്റ്റ്യൻസ് ഈവൻ ജെയ് അഡ്വാൻസിന്റെ സ്റ്റാൻഡേർഡിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനോടാണ് ഞാൻ പറയുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ഇരുന്ന് സോൾവ് ചെയ്ത് നോക്കുക. പിന്നെ ഐസറിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ട സ്കോർ എന്ന് പറയുന്നത് 130 140 മാർക്കാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിലെ മെജോറിറ്റി മാർക്ക് നമുക്ക് ബയോളജിയിൽ നിന്നും അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്നും സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എല്ലാ ചോദ്യവും കയറി അറ്റംപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ചെറി പിക്ക് ചെയ്ത് നിങ്ങളുടെ ഫേവറേറ്റ് ടോപ്പിക്കിൽ എളുപ്പമുള്ള ഒരു 6 7 ചോദ്യം മാത്രം ചെയ്താൽ മതി. പകുതി ചോദ്യം ചെയ്താൽ നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റ് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യും. അപ്പോൾ ഓവർഡു ചെയ്ത് വെറുതെ അനാവശ്യമായിട്ട് നെഗറ്റീവ് മാർക്കിംഗ് വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഫിസിക്സിലെ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ചെയ്ത് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് അനലൈസ് ചെയ്യുക. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ പോലെ തന്നെയുള്ള നമ്മളുടെ 20 മോക്ക് ടെസ്റ്റും നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻ എഴുതണം, ഏതൊക്കെ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കംപ്ലീറ്റ് ധാരണ കിട്ടും. അപ്പൊ ഫിസിക്സിൽ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. നിങ്ങൾ പകുതി ക്വസ്റ്റ്യൻസ് ഏതാണ് ആ പകുതി എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പഠിക്കുക. അടിപൊളിയായിട്ട് ഐസർ എഴുതുക, ഐസറിന്റെ എക്സാം ക്രാക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളെ അടുത്ത വർഷം ഒരു ഐസറിൽ കാണാൻ പറ്റട്ടെ. ഇതുപോലെയുള്ള ഫ്രീ ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്തോ. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.